ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം അതിരൂക്ഷമാണ്. തലസ്ഥാനമായ തെഹ്റാനിലും മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലുമൊക്കെ വലിയ ജനകീയ റാലികൾ രൂപപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ വൻ നഗരമായ മാഷാദിൽ പ്രക്ഷോഭത്തിൽ വലിയ ജനപങ്കാളിത്തമാണുള്ളത്. ഇറാനിയൻ ഭരണകൂടം രാജ്യത്താകെ ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ്. ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി പുറത്തു പോകണമെന്ന മുദ്രാവാക്യമാണ് ഈ പ്രക്ഷോഭകർ ഉയർത്തുന്നത്. രാജകുടുംബാംഗമായ റേസ പഹ്ലി രണ്ടാമൻ തിരിച്ചു വരണമെന്നും പ്രക്ഷോഭത്തിൽ ആവശ്യമുയരുന്നു. ഇതിനിടെ തെഹ്റാനിൽ കെട്ടിടങ്ങൾ കത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. പ്രക്ഷോഭത്തിന് പിന്നിൽ അമേരിക്കയാണെന്നും മുട്ടുമടക്കില്ലെന്നും ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനയി നിലപാട് ഘടിപ്പിച്ചു. ഏകാധിപതിക്ക് മരണം, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് മരണം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പതിനായിരങ്ങൾ ഭരണകൂട വിരുദ്ധ റാലികളിൽ അണിനിരന്നതോടെ ഇറാനിൽ ഭരണമാറ്റ സാധ്യത ആഗോള മാധ്യമങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി. കഴിഞ്ഞ ഡിസംബർ 28 ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം 13ാം ദിനത്തിലേക്ക് കടന്നപ്പോഴേക്കും ഇറാനിലെ മതനേതൃത്വത്തെയും സൈനിക ഭരണ സംവിധാനത്തെയും മാറ്റാൻ ജനത ആഗ്രഹിക്കുന്നുവെന്നതിൽ വ്യക്തതയായി. തലസ്ഥാനമായ ടെഹ്റാനിലും മാഷാദ് അടക്കമുള്ള മറ്റ് സുപ്രധാന നഗരങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള സുരക്ഷാ സേനകളുടെ ശ്രമങ്ങൾ വിഫലമായതായി BBC പേർഷ്യൻ റിപ്പോർട്ട് ചെയ്യുന്നു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയിയെ പുറത്താക്കുക, റേസ ഷാ പഹ്ലാവിയെ തിരികെ കൊണ്ടുവരിക എന്നീ മുദ്രാവാക്യങ്ങളാണ് ജനങ്ങൾ ഉയർത്തുന്നത്. 100-ലധികം നഗരങ്ങളിലും 31 പ്രവിശ്യകളിലും പ്രക്ഷോഭം രൂക്ഷമായി തുടരുകയാണ്. പ്രക്ഷോഭകരുടെ വശത്ത് 5 കുട്ടികളടക്കം 34 ആളുകളും 8 സുരക്ഷാ ഭടന്മാരും കൊല്ലപ്പെട്ടതായി US ആസ്ഥാനമായ ഇറാനിയൻ മനുഷ്യാവകാശ സംഘടന ഹ്രാന റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നത് 45 ആളുകളെ സുരക്ഷാ സേന കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. അതിൽ 8 പേർ കുട്ടികളാണ്. 2009 ശേഷം രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ പ്രക്ഷോഭമാണിത്. ഷാ നീണാൾ വാഴട്ടെ, ഭയപ്പെടേണ്ട, നമ്മൾ ഒറ്റക്കെട്ട് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി ആളുകൾ ടെഹ്റാനിലൂടെ നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇറാനിലെ സമുന്നത സേനാ വിഭാഗമായ IRGCയുടെ മുൻ കമാൻഡറായ കൊല്ലപ്പെട്ട ഖസാം സുലൈമാനിയുടെ പ്രതിമ പ്രക്ഷോഭകർ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അടയാളമായ ത്രിവർണ്ണ പതാക വൻ കൊടിമരമടക്കം മറിച്ചിടുന്നതിന്റെയും ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. പല നഗരങ്ങളിലും സർക്കാർ കെട്ടിടങ്ങൾ അഗ്നിക്കിരയാക്കി. പീരങ്കികളും ടാങ്കുകളും വെടിക്കോപ്പുകളും മുല്ലമാരും പുറത്തു പോകുന്ന മുദ്രാവാക്യവുമായി ജനം തെരുവിലിറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഈലാം പ്രവിശ്യയിലെ ലോമാർ പട്ടണത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് X അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ചത്. ഈലാമിൽ പ്രക്ഷോഭകരും സുരക്ഷാ സേനയും തമ്മിൽ വൻ സംഘർഷമാണ് നടന്നത്. കെർമൻഷായിലും ലൊറസ്താനിലും ന്യൂനപക്ഷങ്ങളായ കുർദ് ലോർ വംശജരുമായാണ് ഏറ്റുമുട്ടലുണ്ടായത്. 17 ആളുകൾ കൊല്ലപ്പെട്ടെന്നാണ് കുർദ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. ഇതിനിടെ ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടർന്നാൽ ഇടപെടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആവർത്തിച്ചു. അതേസമയം പ്രക്ഷോഭങ്ങൾക്ക് വഴങ്ങില്ലെന്ന കടുത്ത നിലപാട് ആയത്തുള്ള അലി ഖമനയി ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. പ്രക്ഷോഭകാരികളെ അക്രമികളെന്നും അട്ടിമറിക്കാരെന്നും ഖമനയി വിശേഷിപ്പിച്ചു. ട്രംപിന് വേണ്ടിയാണ് പ്രക്ഷോഭകർ പ്രവർത്തിക്കുന്നതെന്നും ഖമനയി ആരോപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.